കർണാടക മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സീതാരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകി ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട്. മൈസൂരു വികസന അതോറിറ്റിയുമായി ബന്ധപ്പെട്ട അഴിമതി കേസിലാണ് ഗവർണറുടെ നടപടി. ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന് ഉജ്ജ്വല വരവേൽപ്പ് നൽകി നാട്. ദില്ലി രാജ്യാന്തര വിമാനത്താവളത്തിൽ നൽകിയ സ്വീകരണത്തിൽ ഗുസ്തി താരങ്ങളായ സാക്ഷി മാലിക്, ബജ്രംഗ് പുനിയ തുടങ്ങിയ നൂറുകണക്കിന് പേരാണ് വിനേഷിനെ വരവേറ്റത്. ശബരിമല സന്നിധാനത്തിൽ നിലവിലെ ഭസ്മകുളം മാറ്റുന്നു. നാളെ രാവിലെ മീനം രാശിയിൽ പുതിയ സ്ഥാനം നോക്കും. നിലവിലെ ഭസ്മകുളത്തിന്റെ സ്ഥാനം ശരിയല്ലെന്നും മാലിന്യം നിറയുന്നുമെന്നും വിമർശനമുയർന്ന പശ്ചാത്തലത്തിലാണ് മാറ്റം. ലാവ്ലിൻ കേസ് നടത്തിപ്പിന് പൊതുഖജനാവിൽ നിന്നും ഇതുവരെ ചെലവാക്കിയത് 20 ലക്ഷത്തിലേറെ രൂപ. വാഗ്ദാനത്തിനായി സർക്കാർ അഭിഭാഷകരല്ലാത്തവരെ കൊണ്ടുവന്നതിനാലാണ് ഈ ചെലവ്. ശബരിമല സ്ത്രീ പ്രവേശന കേസിൽ സുപ്രീം കോടതിയിലെ അഭിഭാഷകർക്ക് നൽകിയത് 40 ലക്ഷത്തിലേറെ രൂപയാണെന്നും രേഖകൾ പുറത്തുവന്നു.